വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകാൻ പോകുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും ഇന്ത്യ നൽകുന്ന തിരിച്ചടി പാകിസ്ഥാനെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇനി എന്തായിരിക്കും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാട്? അതായത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ കൂടെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർ വ്യോമാതിർത്തി അടച്ചു. നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല, പാകിസ്ഥാന്റെ റെയിൽവേ മന്ത്രിയായ ഹരിഫ് അബ്ബാസി ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനുള്ള അനുമതി നൽകിയില്ല. ഇയാൾ വിവാദമായ പ്രസ്താവനകൾ നടത്തുന്ന ആളാണ്. 2 ദിവസം മുമ്പാണ് പറഞ്ഞത്, ഇന്ത്യക്ക് നേരെ 130 ആണവായുധങ്ങൾ ഞങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അതിനെ തൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ഈ ആണവായുധങ്ങൾ നിർമ്മിച്ചത് തന്നെ ഇന്ത്യക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വിവാദ പ്രസ്താവന ഉണ്ടാക്കി. ഇതേ ആൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ വ്യോമപാത അടച്ചതോടുകൂടി നിങ്ങൾ, അതായത് ഇന്ത്യക്കാർ ഏറെ ബുദ്ധിമുട്ടും. ഇന്ത്യൻ വിമാന കമ്പനികൾ ഇതുമൂലം പ്രതിസന്ധിയിലാകും. അതായത് നമുക്ക് നേരിട്ട് പാകിസ്ഥാൻ വഴി സഞ്ചരിക്കാൻ കഴിയാതെ വന്നാൽ കുറച്ച് ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഫ്യൂവലിൻ്റെ അളവ് കൂടും. വിമാന കമ്പനികൾ നിരക്ക് കൂട്ടാൻ സ്വാഭാവികമായിട്ട് സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ നമ്മുടെ യാത്രികർ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരാനോ ഇവിടെ നിന്ന് പോകാനോ ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് നിരക്ക് വർധനം ഉണ്ടായാൽ അവരുടെ സമ്പത്ത് വ്യവസ്ഥയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളുടെ വ്യോമയാന കമ്പനികളെ പാപ്പരാക്കും. ഇതാണ് ഈ അബ്ബാസി പറയുന്നത്. അപ്പോൾ നമ്മൾ യാതൊന്നും മിണ്ടില്ല. നമ്മൾ കേട്ടോണ്ടിരുന്നു. എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെയാണ്. എല്ലാ കാര്യത്തിനും കയറി പാകിസ്ഥാൻ്റെ അടുത്ത് പ്രതികരിക്കില്ല. ഇപ്പം തന്നെ ഈ തുടർച്ചയായി ഈ പ്രതികരണം ഉണ്ടായി. ഇപ്പം ആണവായുധം ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മിണ്ടുന്നൊന്നുമില്ലല്ലോ. ഇപ്പം അടുത്ത ശ്രമമായിട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഞങ്ങൾ പാകിസ്ഥാനിലേക്കുള്ള വ്യോമപാതയും അടയ്ക്കും. പാകിസ്ഥാനിലേക്കുള്ള വിമാനങ്ങൾ വരുന്ന ആ പാതയുണ്ടല്ലോ, ഇന്ത്യക്ക് മുകളിലൂടെ അത് വേണ്ട. മാത്രമല്ല, ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴി പാകിസ്ഥാനിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളെയോ അതല്ലെങ്കിൽ അതുവഴി പാകിസ്ഥാനിലേക്ക് ട്രേഡുമായി വരേണ്ട കപ്പലുകളെയൊക്കെ തന്നെ ഇന്ത്യൻ പോർട്ടുകളിൽ അടുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ഇങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുക്കുന്നതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പുള്ള സമയത്ത് ചൈന പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതായത് പാക് ഉപപ്രധാനമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുകയും ഞങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ചൈന പറഞ്ഞു, ഇതേക്കുറിച്ച് പാകിസ്ഥാനെതിരായ നിലപാടൊന്നും ഇന്ത്യ സ്വീകരിക്കരുത്. ഇസ്ലാമാബാദും ഡൽഹിയും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തട്ടെ. അതുവരെ പാകിസ്ഥാന്റെ എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ചൈനയുടെ നിലപാട് പാകിസ്ഥാൻ അനുകൂലമായി മാറി. ഒപ്പം തന്നെ ചൈനയുടെ ഒരു കപ്പൽ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ ഈ ചൈനീസ് കപ്പലിൽ നിറയെ ആയുധങ്ങളായിരുന്നു എന്ന് ഇന്ത്യ കണ്ടെത്തി. അപ്പോൾ ഇന്ത്യ അത് കണ്ടെത്തിയപ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാലാകാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുമ്പോഴൊക്കെ തന്നെ ചൈനയാണ് പാകിസ്ഥാൻ ആയുധം നൽകുന്നത്. മൊത്തം ആയുധ ഇറക്കുമതിയുടെ 84% ചൈനയിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ വഴിയുള്ള ഗതാഗതത്തിന് നമ്മൾ തടയിടാമെന്ന് തീരുമാനിച്ചത്. ഇനി അടുത്തത്, വ്യോമയാന മേഖലയിൽ നമ്മൾ തടയിടുമെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം, തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പാകിസ്ഥാന് പ്രത്യക്ഷ പിന്തുണയുമായി വന്നു. തൊയ്ബ് എർദോഗൻ എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഫറവോയാണെന്നുള്ള ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ അതിർത്തി തുടങ്ങുന്നത് ഇസ്ലാമാബാദിൽ നിന്നാണ്. അപ്പോൾ തുർക്കിയുടെയും പാകിസ്ഥാന്റെ അതിർത്തി ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെയാണെന്ന് അർത്ഥം. ഒപ്പം അവരുടെ ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിൽ പറന്നിറങ്ങി. ആ വിമാനത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ചു. അതോടുകൂടി തുർക്കിക്ക് മേൽ വലിയ സമ്മർദ്ദം വന്നു. തുർക്കി എന്ന് പറയുന്ന ഒരു നാറ്റോ രാജ്യമാണ്. ഈ നാറ്റോ രാജ്യം ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ നാറ്റോയിലെ ഭീമന്മാരായ ഫ്രാൻസ്, ജർമ്മനി, UK, അതുപോലെ തന്നെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കും. അപ്പോൾ അവർക്ക് സമ്മർദ്ദം വന്നു. മാത്രമല്ല, റഷ്യ ഇതിനകത്തേക്ക് ഇടപെട്ടു. കാരണം റഷ്യ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ സുഹൃത്താണ്. റഷ്യ പറഞ്ഞു, ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് പോയാൽ തുർക്കിക്ക് നല്ല പണി കിട്ടും. അപ്പോൾ തുർക്കി പറഞ്ഞു, ഞങ്ങൾ അവിടെ വിമാനം ഇറക്കിയത് ആയുധം കൊണ്ടുപോയതല്ല, ഞങ്ങളുടെ ഒരു ചരക്ക് വിമാനം അതുവഴി പോയപ്പോൾ ഇന്ധനം തീർന്നു. അതുകൊണ്ട് പാകിസ്ഥാനിലെ വ്യോമയാന അതെ വിമാനത്തിന് ഇന്ധനം നിറച്ചു കൊടുക്കാൻ വേണ്ടി ഇറക്കി. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഇറക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കി എന്ന് പറഞ്ഞു ഒഴിയണമെങ്കിൽ ഇന്ത്യയെ പേടിയാണ് തുർക്കിക്കും. അപ്പോൾ തുർക്കിയൊന്നും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ മാത്രമായിട്ടില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് S-400. ഇത് റഷ്യ നിർമ്മിച്ചതാണ്. റഷ്യ മറ്റ് ചില രാജ്യങ്ങൾക്ക് ഇത് വിൽക്കും. അങ്ങനെ റഷ്യയിൽ നിന്ന് വാങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും തുർക്കിയും അടക്കമുള്ളവ. പക്ഷേ പാകിസ്ഥാൻ അത് വാങ്ങിയിട്ടില്ല. പാകിസ്ഥാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. പക്ഷേ
ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്ന് റഷ്യ അറിഞ്ഞു. അങ്ങനെ വിന്യസിക്കണമെങ്കിൽ അത് തുർക്കിയിൽ നിന്നോ ചൈനയിൽ നിന്നോ മാറ്റി കിട്ടണം. അതുകൊണ്ട് പുടിൻ പറഞ്ഞു, ഞങ്ങളുടെ സാങ്കേതികവിദ്യ ഇന്ന് വരെ പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. എങ്ങാനും പാകിസ്ഥാൻ അതെടുത്ത് ഉപയോഗിച്ചാൽ ചൈനയ്ക്കും തുർക്കിക്കും നല്ല തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു വലിയേട്ടനായിട്ട് ആര് കൂടെ വന്നു? വ്ളാഡിമിർ പുടിൻ വന്നു. ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ കപ്പൽപാത എന്തായാലും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ ഇനി നമ്മൾ അനുമതി കൊടുക്കില്ല. അവരുടെ ട്രേഡിനെ അത് നന്നായി ബാധിക്കും. എന്തിന്? അവശ്യ വസ്തുക്കൾ കൊണ്ടുവരാൻ പോലും കഴിയില്ല. ഇപ്പം നമുക്കറിയാലോ, വാഗ അതിർത്തി അടച്ചതോടുകൂടി നയതന്ത്ര ബന്ധങ്ങളിലും വാണിജ്യ ബന്ധങ്ങളിലും എല്ലാം വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണ്. എന്തിന്? അവശ്യ വസ്തുക്കളില്ല, മരുന്നുകൾക്ക് ക്ഷാമം നേരിട്ട് തുടങ്ങി, പഞ്ചസാരയില്ല, പച്ചക്കറിയില്ല, പഴമില്ല. ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രതിസന്ധി വരുമ്പോൾ കപ്പൽ മാർഗം ഇത് എത്തിക്കാമെന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ അല്ലെങ്കിൽ കരുതിയാൽ അതിനും നമ്മളിവിടെ തടയിടുന്നു. അപ്പം പറയാതെ തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. നമ്മളുടെ അടുത്ത് പറയുന്നത് എന്താ? നിങ്ങൾ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും, ഈ കരാർ എളുപ്പം പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം വെള്ളമില്ലാത്തതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ജമ്മു കാശ്മീർ മേഖലയിൽ വലിയ മഴ പെയ്തപ്പോൾ നമ്മുടെ ഉറി ഡാമുകൾ അങ്ങ് തുറന്നു വിട്ടു എന്ന് പറഞ്ഞാൽ ഷട്ടർ പൊക്കി. ആ ജലം കുത്തിയൊഴിച്ച് എത്തുന്നത് സിന്ധു നദിയുടെ പോഷക നദിയായ ജലം റിവറിലേക്കാണ്. ഈ ജലം റിവറിൽ അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കമുണ്ടായി. ഈ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് പാകിസ്ഥാനിലാണ്, പഞ്ചാബ് പ്രവിശ്യയിലും അതുപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിലുമാണ്. പെട്ടെന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം അവിടുത്തെ കാർഷിക മേഖലയെ തകർത്ത് കളഞ്ഞു. ഒപ്പം ജനങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം കുതിച്ചെത്തി. ഭരണകൂടങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, ഇന്ത്യ കണ്ടോ ഈ മാതിരി പണി കാണിച്ചു കണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, സിന്ധു നദീജല കരാർ നമ്മൾ പിൻവലിച്ചു, അല്ലെ നമ്മൾ അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് തന്നെ അന്താരാഷ്ട്ര നദീജല കരാറിൻ്റെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് പാലിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തങ്ങ് പോവും. പാകിസ്ഥാനെ പോലെ വാചമടിക്കില്ല. അവരെന്താ ചെയ്യുന്നത്? തുടർച്ചയായി ആണവാക്രമണം നടത്തും, ഞങ്ങളിപ്പം വലിയ യുദ്ധം നടത്തും, അതൊരു പൂർണ്ണ യുദ്ധമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ ഇന്ത്യ കരമേഖലയിൽ അല്ലെ വ്യോമ മേഖലയിൽ നാവിക മേഖലയിൽ എങ്ങനെയാണ് അതിക്രമം നടത്തുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് ഇവർക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ കണ്ടെത്തിയത് പാകിസ്ഥാനിലെ ഒരു കമാൻഡർ ആയിരുന്നു ഈ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിനെല്ലാം നേതൃത്വം നൽകിയത്. അവിടെയുള്ള തദ്ദേശീയരായ ചില ആളുകൾ ഇതിന് പൂർണ്ണ പിന്തുണ നൽകി. 15 പേരുടെ ലിസ്റ്റ് സൈന്യം പുറത്തുവിട്ടു. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ കാശ്മീരിൽ ഇവർ കടന്നു കയറിയത് ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പാണെന്നും ഗാഡ്ജറ്റുകളും മറ്റും ഉപയോഗിക്കാതെ വേഷപ്രച്ഛന്നരായിട്ട് അവരവിടെ കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവരെ പിടികൂടുക എന്നുള്ളത് സൈന്യത്തിൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെ പിടികൂടിയെങ്കിൽ മാത്രമേ അറ്റാക്കിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ 10-30 വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടിയും ബ്രിട്ടന് വേണ്ടിയും ഒക്കെ ഈ ഭീകരവാദത്തെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അഭയം നൽകിയതാണ്, അവർക്ക് സൈനിക പരിശീലനം നൽകിയതാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധിയിലായിരിക്കും പാകിസ്ഥാന് മേലാണ് നമ്മൾ അടുത്ത ഉപരോധവുമായി വരുന്നത്. ഇപ്പൊ വിമാനങ്ങളും കപ്പലുകളും പോകാൻ അനുവദിച്ചില്ലെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താ? അതെ, വളരെ പ്രതിസന്ധിയിലേക്ക് പോകും പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യ പറച്ചിലൊന്നുമില്ല, അങ്ങ് എടുത്തിട്ട് അടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനുള്ള മറുപടി എന്ന നിലയിൽ ഇനി വ്യോമ അതിർത്തി നമ്മൾ അടയ്ക്കുന്നു, അവിടേക്കുള്ള വിമാന സർവീസുകൾ നിലയ്ക്കും, ഒപ്പം തുറമുഖത്തും നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടുകൂടി പാകിസ്ഥാനിലേക്കും പുറത്തേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിനും നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തും. അപ്പോൾ സൈനികപരമായിട്ട് എന്തെങ്കിലും ഒരു സഹായം വിമാനം വഴിയോ കപ്പൽ വഴിയോ വരാൻ അല്ലെങ്കിൽ എത്താൻ പാകിസ്ഥാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയാൽ ലോകരാജ്യങ്ങളുടെ പിന്തുണയോടെ നമ്മൾ അതിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.